അയ്യോ നിങ്ങൾക്ക് ഇത് എങ്ങനെ കേട്ടോണ്ട് നിൽക്കാൻ സാധിക്കുന്നത്? വേറെ വല്ലവരുമാണോ ചെവുകുറ്റി അടിച്ച് പൊട്ടിച്ചാൽ നമ്മളെ കാര്യം പറയാലോ. ഇതുണ്ടാക്കിയവരെ നിനക്കറിയാലോ, നോക്കടാ. അവൻ എന്നെ ആങ്കറിനെ അടിച്ചു പൊട്ടിക്കാൻ വരുന്നല്ലേ. ഇന്റർവ്യൂ വേണം, ഞങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ട് പണം വേണം, അതുകൊണ്ട് നിങ്ങൾ ഇന്റർവ്യൂ എടുത്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു, അങ്ങനെ പറഞ്ഞായിരുന്നോ? അങ്ങനെ പറഞ്ഞെന്നാണ് പറയുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി രേണുസുതി ഒരു ബോംബ് ഇട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമായിട്ട്. ഉണ്ട് എല്ലായിടത്തും ചേർത്തൊരു ബോംബ്. അതൊരു വലിയൊരു ആറ്റം ബോംബാ. ഇവർക്കെതിരെ വീഡിയോ ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരെ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അവർക്കെതിരെ പല കാര്യങ്ങൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഇനി എനിക്കെതിരെ വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാം കൂടെ വാരി പെറുക്കിയിട്ട് അലക്കുമെന്ന് പറഞ്ഞു. അതിന് ഓപ്പോസിറ്റ് വീഡിയോ ചെയ്തവരുണ്ട്, ചെയ്യാത്തവരുമുണ്ട്. അത് വോട്ടവർ എന്തോ ആയിക്കോട്ടെ, എന്തായാലും നമ്മൾ അതിനകത്തില്ല, കാണികളായിട്ട് മാത്രം കണ്ടുകൊണ്ട് നിന്നാൽ മതി. ഇത് ഈ ഒരു ഇഷ്യൂ ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്തായിരുന്നു? ഈ ഒരു തമ്പനയിലുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ചോദ്യം ആങ്കർ ചോദിച്ചത്, അതായത് കിച്ചുവിൻ്റെ ഗർഭമുണ്ടാക്കി എന്ന് പറയുന്ന ഒരു കാര്യം, അത് ഓപ്പണായിട്ട് ഒരു ഇന്റർവ്യൂവിനകത്ത് നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയിരുന്ന ഒരു അവതാരിക ഈ പറയുന്ന വ്യക്തിയോട് ചോദിക്കുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ. അത് ചോദിക്കുമ്പോഴത്തേന് അത് ആര് തമ്പനയിൽ ഇട്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം നിങ്ങളിവിടെ കണ്ടെന്ന് പറഞ്ഞാലും അത് ഒരു ചോദ്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എടുത്ത് ചോദിക്കുമ്പോഴത്തേക്കിന് അത് അത്ര നല്ല കാര്യമാണോ? അത് നിങ്ങളെ സംബന്ധിച്ച് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ്. ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതിന് ആൻസർ എങ്ങനെ പറയണമെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ തമ്മിൽ ഒരു അന്തർധാരണ ഉണ്ടായതിനു ശേഷമാണ് ഇതുപോലൊരു അന്തർധാരണ, അകത്തുള്ള ധാരണ ഉണ്ടായതിനു ശേഷമാണ് ഇവർ ഇതുപോലൊരു ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനൊരു ചോദ്യം അത് ചോദിക്കുമ്പോഴത്തേക്കിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നെസസറി ആയിട്ട് അൺനെസസറി ആയി എടുത്ത് മാറ്റുക, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വെക്കുക. അല്ലാതെ അത് എടുത്തുകൊണ്ട് വന്ന് വീണ്ടും ചർച്ചയാക്കിയിട്ട് ഇത് ഞാൻ ആ തമ്പനയിൽ കണ്ട കാര്യമല്ലേ എന്ന് സംസാരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ കുറച്ച് മോശമായ കാര്യങ്ങൾ കണ്ടല്ലോ ആ രീതി വേണം പറഞ്ഞത് അവസാനിപ്പിക്കാം. അതിന് പകരം തമ്പനയിലിൽ ഇത്രയും വൃത്തികേട് ഇതാണ് വൃത്തികേട്, ഇത് ഉള്ളതാണോ അത് ഉള്ളതാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യം എന്താണ്? അവര് വളർത്തിയ സ്റ്റെപ്പ് മോമ, അപ്പൊ സ്റ്റെപ്പ് സണ്ണുമായിട്ട് ഇങ്ങനെ റിലേഷൻ ഉണ്ടായിരുന്നു, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കാനകത്ത് നിങ്ങളുടെ അമേരിക്ക കേട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടെ കേട്ടില്ലേ? അതൊരു അല്പം മാന്യത വേണ്ടേ? അതിന് നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാം. അങ്ങനെ ചോദിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ വരുന്ന കമന്റിനകത്ത് എന്തൊക്കെ വിവരക്കേടുകളും തന്തയില്ലായ്മ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ എടുത്ത് സംസാരിക്കണം. അപ്പൊ മെയിൻ ആയിട്ടുള്ള കാര്യം എന്തായിരുന്നു? ഈ ഒരു ടോപ്പിക് ആ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടാണ് പണ്ട് ഷാരിക KB സംസാരിച്ചിട്ട് വന്നിട്ട് പറഞ്ഞത് കമന്റ് ബോക്സിൽ ഉള്ളതാണ് ചോദിച്ചത്. പ്രശ്നമാണ്, ചോദിക്കാൻ പറ്റത്തില്ല. ആങ്കർ സ്വന്തമായിട്ട് ചോദ്യം ഉണ്ടാക്കി സ്വന്തം ചോദ്യം കമന്റ് ബോക്സും ചെയ്തിട്ടുള്ള വീഡിയോയുടെ റിയാക്ഷൻ വീഡിയോ പച്ച അറച്ച് തിന്നെന്ന് പറയുന്നത്. ഈ പച്ച അറച്ച് തിന്നുന്ന റിയാക്ഷൻ ബ്ലോഗേഴ്സും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളും കമന്റ് ബോക്സിൽ വരുന്ന ചോദ്യങ്ങളും എടുത്ത് ചോദിക്കുന്ന ചാനലുകളോ അതൊരു പച്ചയിറച്ചിയല്ല, അവർ കുറച്ച് വേവിച്ചിട്ടായിരിക്കും. അല്ലാതെ ഇപ്പം എന്താ പറയാനാ, നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് മാത്രം പച്ചയ്ക്ക് അവർ മറ്റേ പഴിപ്പിച്ചിട്ടും കഴിക്കുന്നവർ. എന്നാൽ പോട്ടെ. അപ്പം മെയിനായിട്ട് ഈ ഒരു ടോപ്പിക് എടുക്കാനും ആ ഒരു ചോദ്യമായിട്ട് എടുക്കാനും അത് അവരുടെ ഹൈലൈറ്റ്സിനകത്ത് ഈ ഒരു സാധനം വെക്കാനും ആ ഒരു ഒറ്റ വേർഡ് ഉള്ളത് കൊണ്ടാണ് അവരുടെ ആ ഒരു വീഡിയോ ഒറ്റ കത്തം കത്തിയത്. അതിനുശേഷം ഇട്ട് അവരുടെ വീഡിയോ കത്തിയില്ലല്ലോ. ആദ്യത്തെ വീഡിയോ കത്തുള്ള കാര്യം അപ്പോൾ അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് അവിടെ തൊട്ടാ കത്തും. ഇത് രേണു 2 വാക്ക് പറഞ്ഞ് ഇത് കത്തും. രേണു അതിനകത്ത് ഓക്കെ ആയിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു തംബ്നെയിൽ ഉണ്ടെന്ന് പറഞ്ഞ് എടുത്തിരുന്നു. ആ തംബ്നെയിൽ ഉണ്ടാക്കിയ ആള് മറുപടി പറയുവോ? മറുപടി പറയും. അയാള് റീച്ച് ഉള്ള ആളാണോ? സാധനത്തിന്റെ വല എല്ലാരും കയറി പിടിക്കുവോ? വീണ്ടും ഇതൊരു ചർച്ചയായിട്ട് വീണ്ടും ആൾക്കാർ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യാനായിട്ടൊരു അവസരം നിങ്ങളും ഉണ്ടാക്കുക, അല്ലെങ്കിൽ കേൾക്കാത്ത 10 പേരിലേക്ക് ഇത് കേൾപ്പിക്കാനായിട്ട് വീണ്ടും ഒരു ശ്രമം നടത്തുക. ഇപ്പൊ അങ്ങനെ ഒരു തമ്പനയിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തി ചെയ്ത വീഡിയോയിൽ മാത്രം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അത്ര ഓഡിയൻസ് ലിമിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനത്തെ ഇവർ കൊണ്ടുവന്നിട്ട് ഇവരുടെ ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടെ ചാനലുണ്ട്, ഞങ്ങളുടെ ചാനലുണ്ട്, അപ്പുറത്തൂടെ പോയ ഇവർ ഇന്റർവ്യൂ എടുത്ത മെയിൻ ചാനലാണ് നല്ലൊരു ഓട്ടോ ഓടിയ വീഡിയോ. അത് കേൾക്കാത്തവരും കാണാത്തവരും ആയിട്ടുള്ളവർ എല്ലാവരും അത് കേൾക്കും. 1.5 ലക്ഷം പേരെ കണ്ടിട്ടുള്ളായിരുന്നു, അത്രയൊന്നും 25 ലക്ഷം പേരെ കൊണ്ട് അങ്ങനെ ഒരു നല്ല കാര്യം എന്തായാലും രേണുവിന് അവർ ചേർന്ന് ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യമേ എന്തായാലും നമുക്ക് ഇവർ ചെയ്തിട്ടുള്ള ഇന്നലത്തെ വീഡിയോ ഉണ്ട് കേട്ടോ, അത് ഗംഭീരമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യമേ നമുക്ക് ആ ആങ്കർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം. ഹായ് ഓൾ, ദിസ് ഇസ് ചിത്ര. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം രേണുസുധിയുടെ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്നത് രേണുസുധിക്കെതിരെയും നമ്മുടെ മൂവി വേൾഡ്. ഇവർക്കറിയാം രേണുസുധിയുടെ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആയിരുന്നു. ആ കാര്യം തന്നെ എക്സ്ക്ലൂസീവ് അല്ല, എന്തോ രേണുസുധി നിരന്തരം ഇന്റർവ്യൂ കൊടുത്തോണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അവരുടെ ഒരു ഇന്റർവ്യൂ അടുത്ത് വരുന്നെങ്കിൽ അതൊരു എക്സ്ക്ലൂസീവ് ഒന്നും അല്ല.
എക്സ്ക്ലൂസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന അതേ സാധനങ്ങൾ വീണ്ടും റിപ്പീറ്റ്ലി ഈ സാധനം തന്നെ അടിക്കും. അപ്പൊ അത് എക്സ്ക്ലൂസീവ് അല്ല. അപ്പൊ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എന്തെങ്കിലും കോണ്ടന്റുകളും കാര്യങ്ങളും അതിനകത്ത് ഉണ്ടെങ്കിൽ ആ ഒരു സാധനത്തെ ഇവർക്ക് വേണമെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് പറയാം, അത്രേ ഉള്ളൂ. പിന്നെ പറയുന്നുണ്ട് പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ സമയം അതൊന്ന് പറഞ്ഞു തരണം, പ്രത്യേക സാഹചര്യം എങ്ങനെയാണെന്ന്. അത് മാക്സിമം ഈ പെണ്ണിന് ഇൻസ്റ്റാഗ്രാം വഴി വരെ തന്തയ്ക്കുള്ളിൽ കിട്ടി കാണും, അതുകൊണ്ടായിരിക്കും. മീഡിയ ചാനലിനെതിരെയും എനിക്കും എതിരെയായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇത്. മൂവി വേൾഡ് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ തന്നെയാണ്. ഞങ്ങളുടെ ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വോയിസിനെതിരെയാണ് ആളുകൾ വീഡിയോ ചെയ്യുന്നത്. കാരണം അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ഇവിടുത്തെ സ്റ്റാഫ് പറയുന്നത് രേണുസുതി ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇന്റർവ്യൂ വേണം ഞങ്ങൾക്ക്. അപ്പൊ അത് പറഞ്ഞ ഇവരുടെ സ്റ്റാഫ് തന്നെ, അതിനകത്ത് മാറ്റമൊന്നുമില്ല. പറഞ്ഞത് ഇവരുടെ സ്റ്റാഫ് തന്നെ, സ്റ്റാഫിനെ വിളിച്ച് സംസാരിച്ചപ്പോഴുള്ള കാര്യം തന്നെ. ആ വോയിസ് ക്ലിപ്പ് ഞാനും എടുത്ത് എന്റെ ചാനലിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞ് രേണുസുതി ഇങ്ങോട്ട് വിളിച്ച് നമ്മളോട് ചോദിച്ചു, നമ്മളങ്ങോട്ട് പൈസ കൊടുത്ത് പോയി എടുത്തൊരു ഇന്റർവ്യൂ ആണ്. അല്ല, അത് തെറ്റാന്ന് ആരും പറഞ്ഞില്ല, ഞാനും പറഞ്ഞില്ല, നമ്മള് ഒന്നും പറഞ്ഞില്ല അത് തെറ്റാന്നോ അങ്ങനെ ചെയ്യരുതെന്നും പറഞ്ഞിട്ടില്ല. ആ, നമ്മൾ ഒരിക്കലും അത് പറഞ്ഞില്ല. കഴിഞ്ഞ വീഡിയോ പോലും ഞാനത് തെറ്റാന്ന് പറഞ്ഞില്ല, അത് നല്ല കാര്യമോ നിങ്ങൾ ചെയ്യാന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ആ ഒരു റീച്ചിന് വേണ്ടിയിട്ട് എടുത്തുള്ള ആ ഒരു ശ്രമങ്ങളുണ്ടല്ലോ, ആ ശ്രമങ്ങളാണ് ചിലത് പാളിപ്പോലും ആൾക്കാരെടുത്ത് വെച്ച് പൊക്ക് ചെയ്തു. ചികിത്സയ്ക്കായിട്ട് പണം വേണം, അതുകൊണ്ട് നിങ്ങൾ ഇന്റർവ്യൂ എടുത്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു വോയിസിൽ കൂടെ പറയുന്നത്. പക്ഷേ രേണുസുതിയുടെ ഭാഗത്തു നിന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല. നമ്മൾ കുറേ നാളുകളായിട്ട് രേണുസുതിയുടെ അടുത്ത് നമ്മളിങ്ങനെ അല്ല അങ്ങനല്ല പറയുന്നത്. ഇവര് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ പൈസ തന്ന് ഇന്റർവ്യൂ എടുക്കണമെന്ന് രേണു പറഞ്ഞിട്ടില്ല. ഓ, അപ്പൊ ഇവർ അങ്ങോട്ട് പറഞ്ഞു പൈസ കൊടുത്ത് ഇന്റർവ്യൂ എടുക്കാൻ. ഇവര് പുറകെ നടന്ന് ഡേറ്റ് ഒപ്പിച്ച് പറഞ്ഞ പൈസ കൊടുത്തു. പക്ഷെ രേണു പൈസ വേണമെന്ന് പറഞ്ഞില്ല. മനസ്സിലായോ? രേണു പൈസ വേണമെന്ന് പറഞ്ഞില്ല, ഇവരായിട്ട് അങ്ങോട്ട് ഞങ്ങളുടെ ചാനൽ നടത്തുന്നത് പെയ്ഡ് ഇന്റർവ്യൂസ് ആണ്. അപ്പൊ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആരെയാണ് വെളുപ്പിക്കാനായിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നത്? ചാനലിനെ തന്നെ. സംസാരിക്കുന്നുണ്ടായിരുന്നു ഇന്റർവ്യൂവിൻ്റെ കാര്യം. ആ ഒരു സമയത്ത് അവർക്ക് ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ ആദ്യം ഒന്നും ഓക്കെ അല്ലായിരുന്നു. പിന്നീടാണ് നമ്മൾ കൺവിൻസ് ചെയ്തിട്ടാണ്, ഏകദേശം ഒരു 1 മന്തോളം ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി. അങ്ങനെയാണ് അവർ ആ ഇൻ്റർവ്യൂവിന് തയ്യാറാകുന്നതും നമ്മൾ ആ ഇൻ്റർവ്യൂ എടുക്കുന്നതും. അത് ഒരു ഓണം സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ വീട്ടുകാരോടൊക്കെ സംസാരിച്ചിട്ടാണ് നമ്മൾ അത്രയും കൺവിൻസ്ഡ് ആക്കിയിട്ടാണ് നമ്മൾ ആ ഇൻ്റർവ്യൂ എടുക്കുന്നതും. ഇതൊരു പെയ്ഡ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നോ? അല്ല, ഒത്തപ്പൂ പോട്ടെ, ഓണത്തിന്റെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഓണം സെലിബ്രേഷൻ മറ്റേ ഇതായിരിക്കും, അല്ലാതെ എവിടെ സെലിബ്രേഷൻ? അതിനകത്ത് മൊത്തം അവരാധിച്ചോണ്ടിരുന്ന കിച്ചുനെയാ. അത് കഴിഞ്ഞിട്ടേ അവര് സെലിബ്രേറ്റ് ചെയ്തായിരിക്കും. ഓക്കെ, ഇനി അത് എപ്പിസോഡ് വരും, പൂക്കളെ വിടുന്നതും അത് കാണുമായിരിക്കും. കാണും നമ്മള്. അല്ല, അത് പറ്റത്തില്ല അവർക്ക്. യൂട്യൂബിനകത്ത് ചിലപ്പോൾ പാട്ടെടുത്ത മ്യൂട്ടാക്കി കാണിക്കും. അതൊക്കെ വ്യൂ തന്നെയായിരുന്നു. നമ്മൾ അവർക്ക് എന്താ പറയുക, അവർ ഏകദേശം ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു എമൗണ്ട് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ആ ഇൻ്റർവ്യൂ എടുക്കുന്നത്. ഞാൻ എടുത്തു പറയുന്നു, ഇത് പെയ്ഡ് ഇൻ്റർവ്യൂ ആണ്. മാത്രമല്ല, ഇപ്പോൾ രേണുസുതിക്കെതിരെ പ്രചരിക്കുന്ന ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു അവർക്കെതിരെയുള്ള ഇത്രയും ഹേറ്റേഴ്സാണ് ഇത് ഇത്രയും വളച്ചൊടിച്ച് ഓരോ കാര്യങ്ങളുമൊക്കെ കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു വീഡിയോ ആര് വളച്ചൊടിച്ച് അല്ല, ഹേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തികൾ രേണുസുതിക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ കുറച്ച് നാളായിട്ട് ഔട്ടായിട്ട് നിൽക്കുമായിരുന്നു രേണുസുതി, സോഷ്യൽ മീഡിയയിൽ ഒന്നും ഇല്ലായിരുന്നെന്ന്. അങ്ങനെ എതിരാളികൾ ഉണ്ടെങ്കിൽ എന്തോ ചെയ്യും? ആ സമയത്ത് ഇവരെ ഇട്ട് വീണ്ടും ആക്രമിച്ചോണ്ടിരുന്നേനല്ലോ. നിങ്ങൾ പറഞ്ഞ അതേ ടോപ്പിക്കും ഈ ചിത്രം ചോദിച്ചിട്ടുള്ള അതേ ചോദ്യവും ആൾക്കാർ എടുത്തു വെച്ചത്, അത് ചോദിച്ച ശരിയാണോ? അത് ചോദിക്കാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നു? നിങ്ങൾ ഒരു തമ്പനയിലോ കമന്റ് ബോക്സിലോ എവിടെയോ ഒരു സ്ത്രീയെ കുറിച്ച് കേട്ടൊരു കാര്യം അത് കൊണ്ടുവന്നെടുത്തൊരു ഇന്റർവ്യൂ ആയിട്ട് 4 പേരിലേക്ക് കാണിക്കാൻ വന്നിട്ട് ചിത്രനെ കുറിച്ച് പച്ച അവരത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ചോദ്യം എടുത്ത് നിങ്ങൾ ചോദിക്കുവോ? അവന് വട്ടാണെന്നല്ലേ അത് കേൾക്കാൻ പോലും നിൽക്കത്തില്ല. അത് വിടുക, അത് ചോദിക്കണ്ട. അതിന് മറുപടി പറയാൻ അല്ലെ രേണു അപ്പൊ പറയണമായിരുന്നു, എനിക്ക് അതിന് മറുപടി പറയേണ്ട കാര്യമില്ല. ചിരിച്ച് രേണു അതിന് പകരം ചിരിക്കുന്ന അട്ടഹസിക്കുന്നേ കണ്ടത്. അപ്പൊ ഇതൊക്കെ കാണുന്ന ആൾക്കാർക്ക് രേണുവിനോട് ഇഷ്ടം ഉള്ളവരായാലും ശരി, ഇല്ലാത്തവരായാലും ശരി, അത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴേ 2 വാക്ക് പറയണമെന്ന് തോന്നും. ചിലർ അത് വീഡിയോ മുഖാന്തരം പറയും, ചിലർ അത് കമന്റ് ബോക്സിനകത്ത് ഇടും. ഒന്നും ഇല്ലെങ്കിൽ പരസ്പരം ഇടുന്നെങ്കിൽ 2 വാക്ക് പറയും ആൾക്കാർ. ഈ ഒരു കാര്യം കേട്ടതിന് ശേഷം രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ വരെ അത് ശരിയായില്ല, അങ്ങനെ ഒരു ചോദ്യം ശരിയായില്ല, അതിന് നീ കൊടുത്ത റിപ്ലൈ ശരിയായില്ല, നീ ചെയ്ത കാര്യം ശരിയായില്ല എന്ന് വ്യക്തമായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. അല്ല, ഇത് നമ്മളായിട്ട് എവിടെയും പോയി ക്രിയേറ്റ് ചെയ്തെടുത്തോണ്ട് വന്നൊരു കാര്യമേ അല്ല.
ഫുൾ വീഡിയോ കണ്ടിട്ടുള്ള ഒരാളും ഏതൊരാൾക്കും മനസ്സിലാവും അതിനകത്ത് എന്താണ് ആ ഒരു കണ്ടന്റ് പറയുന്നത് എന്നുള്ളത്. ഇതിനു മുമ്പ് കിച്ചുവിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയാൻ പാടില്ല. പക്ഷേ എനിക്ക് അവരെ കണ്ടിട്ട് മനസ്സിലായ എന്താന്ന് വെച്ചാൽ അവർ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നതിന് മുമ്പ് ബേസിക് സ്റ്റഡി നടത്തത്തില്ല. നിങ്ങൾ ഒരു കിച്ചുവിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയത്തില്ലെന്ന്. നിങ്ങൾ കഴിഞ്ഞ 1-2 മാസമായിട്ട് രേണുവിന്റെ പുറകെ നടന്നാണ് ഈ ഇന്റർവ്യൂ എടുത്തതെന്ന് പറഞ്ഞത്. ആ 1 മാസത്തിനിടയിൽ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബേസിക് ആയിട്ട് ചോദിക്കട്ടെ ചിത്ര, നിങ്ങളൊരു ഇന്റർവ്യൂ എടുക്കാനായിട്ട് നിങ്ങൾ അവിടെ ചെന്ന സമയത്ത് നിങ്ങൾ രേണുവിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് മാത്രം സ്റ്റഡി ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യും? അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളല്ലേ ചോദിക്കൂ. മറിച്ച് കിച്ചുവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോഴത്തേന് കിച്ചുവും ഇവരും തമ്മിൽ തെറ്റിയ കാര്യങ്ങളും. ഇന്റർവ്യൂവിനകത്ത് പ്രധാനമായിട്ട് 3 കാര്യങ്ങളേ ഉള്ളൂ. കിച്ചു, കൊല്ലം സുധിയുടെ കുടുംബം, നെഗറ്റീവ് പറയുന്ന യൂട്യൂബേഴ്സ്. അത്രേ ഉള്ളൂ. ഈ 3 സാധനം വെച്ച് അപ്പൊ നിങ്ങൾ അവരെ കുറിച്ച് സ്റ്റഡി ചെയ്ത്, അപ്പൊ സ്റ്റഡി ചെയ്തതിനകത്ത് കിച്ചുവും രേണുസുധിയും തമ്മിലുള്ള തർക്കങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരുന്നു. അതിനകത്ത് പരസ്പരം അങ്ങോട്ടുള്ള വീഡിയോസ് അറിയാമായിരുന്നു. കിച്ചു രേണുസുധിയെ കാണാൻ വരുന്നില്ല എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും സന്തോഷമാവുന്നവർക്ക് സന്തോഷം ആവട്ടെ എന്ന് പറഞ്ഞ് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അറിയാമായിരുന്നു. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് നിങ്ങളൊരു വലിയൊരു ഇന്റർവ്യൂ എടുത്തിട്ട് കിച്ചുവിനെ കുറിച്ച് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ എന്നിട്ട് കിച്ചുവിനെ കുറിച്ച് രേണുവിനൊന്നും അറിയത്തില്ല എന്ന് പറയുന്നതിനകത്ത് എന്താ? അത് പാടായിരിക്കും. ഒരു കൊല്ലത്തുള്ളൊരു പയ്യനാണേ, കൊല്ലം സുധിയുടെ ആദ്യത്തെ മകനാണേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പുതിയതായിട്ട് ഇപ്പൊ ഒരു മറ്റേ ഡ്രസ്സിന്റെ ഒരു ബ്രാൻഡൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ലോപ്സിയ അങ്ങനെ ഒരു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നതാണ്. ആ ഒരു ചെറുപ്പക്കാരനാണ്, കൊച്ചു നോക്കിയാൽ മതി. അപ്പൊ ഒന്നുകൂടെ പറയാം, 11 വയസ്സ് മുതൽ 18 വയസ്സ് വരെ രേണുസുധി നോക്കിയ ഒരു പയ്യനാ. ഇനി അതങ്ങനെ പറയണം. ആ ഒരു സമയത്ത് പറഞ്ഞത് അവരുടെ ഇമോഷനാണ്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് രേണുസുധിക്ക് അവർക്ക് എന്താണ് ഇത്ര ഹേറ്റേഴ്സിന് കാരണം എന്നുള്ളത്. എനിക്ക് സംസാരിച്ചപ്പോൾ പേഴ്സണലി മനസ്സിലായ എന്താന്ന് വെച്ചാൽ അവരുടെ ടോണാണ് പെട്ടെന്ന് ആളുകൾക്ക് പെട്ടെന്ന് പിടിക്കാതെ വന്നതെന്ന് തോന്നുന്നു. അവർ പറഞ്ഞൊരു കാര്യം, കിച്ചു അങ്ങനെ ചെയ്യണ്ടായിരുന്നു, കിച്ചുവിനെ ഞാൻ അങ്ങനെയൊക്കെ നോക്കിയതല്ലേ എന്നുള്ളൊരു ടോണിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഓക്കെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു അവരുടെ ഈ ടോൺ ആളുകൾക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ടോൺ മാറി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഇന്റർവ്യൂ ചെയ്തപ്പോൾ ചിത്രയ്ക്ക് മനസ്സിലായി എന്നല്ലേ പറയുന്നത്. അപ്പൊ എന്തോ വേണം, ആ ഒരു ക്വസ്റ്റ്യൻസ് വീണ്ടും ചോദിക്കാതെ അവരെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകാതെ ആ സാധനം നിങ്ങൾക്ക് അവിടെ സ്കിപ്പ് ചെയ്യായിരുന്നു, എന്നിട്ട് പുതിയ ടോപ്പിക് കൊണ്ടുവരുന്നു. അപ്പം ആ ടോൺ മാറുകയും അവരുടെ സംസാരത്തിലൂടെ നെഗറ്റീവ് വരികയും ഈ വീഡിയോ റീച്ച് ആവുമെന്ന് മനസ്സിലാക്കിയ നിങ്ങൾ രേണുവിനെ വീണ്ടും കുഴിയിൽ ചാടിക്കാനായിട്ട് പല ചോദ്യങ്ങൾ ചോദിച്ച് കിച്ചുവായിട്ട് ബന്ധപ്പെട്ട് ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു. രേണുവിന്റെ ടോൺ ആദ്യമായിട്ടാണോ മലയാളികൾ അല്ല, ആദ്യമായിട്ട് അല്ല. ഇവർ പറഞ്ഞല്ലോ, ഇവർക്ക് അങ്ങനെ അതാണ് ഇവരിപ്പോ എടുത്തൊരു കൺക്ലൂഷൻ. ഇതാ ചോദ്യം ചോദിച്ചപ്പോ ചിത്രയ്ക്ക് മനസ്സിലായി രേണുവിന്റെ ടോൺ പ്രശ്നമാണ്, എന്നാ പിന്നെ പിരികേറ്റി കൊടുത്തേക്കാന്ന്. അങ്ങനെ ചോദിക്കാൻ പറ്റും. അല്ലെങ്കിൽ ബേസിക് ആയിട്ട് ആ ഒരു ഇന്റർവ്യൂ കാണുന്നവർക്ക് അറിയാം, നിങ്ങൾ അവരുടെ രോഗാവസ്ഥയെ കുറിച്ചോ നിങ്ങളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചോ ഒന്നും അല്ല അവിടെ ചർച്ച ചെയ്യുന്നത്. രേണുവിന്റെ ഹേറ്റ് സ്പ്രെഡ്, കിച്ചു, ഈ കാര്യങ്ങൾ മാത്രം നിർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ്. 2 പാർട്ടും ഇത് തന്നെയാണ്. രണ്ടാമത്തെ പാർട്ടിന്റെ ഒരു 70% കിച്ചുവിനെ കുറിച്ച് നിങ്ങൾ വീണ്ടും സംസാരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാണുന്ന നമുക്ക് എന്തുവാന്ന് കൺവിൻസ് ആവുന്നത്, എന്തുവാ തോന്നുന്നത്, ആർക്ക് വേണ്ടി എവിടെ റീച്ച് ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്? ഇതൊന്നും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. നമ്മളൊന്നും പോയിരുന്നിട്ട് ഒരു ഇന്റർവ്യൂ ഒന്നും എടുക്കും, രേണുവിന്റെ ഞങ്ങൾക്കൊന്നും വ്യൂ ഇല്ല, രേണുവിന്റെ ഒരു ഇന്റർവ്യൂ എടുക്കുമോ, നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങളായിട്ട് തന്നെ എടുത്ത് പുറത്തിടുമ്പോഴത്തേനും നമ്മളത് റിയാക്ട് ചെയ്യും. അത്ര മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ അത് ആ സാധനം പുറത്തിട്ടപ്പോ രേണുവിന്റെ അസുഖം സർവൈവലും പറഞ്ഞു പോയിരുന്നെങ്കിൽ അത് ആ വഴിക്ക് അങ്ങ് നിങ്ങൾ അങ്ങനെ ഒരു രോഗാവസ്ഥ ബുദ്ധിമുട്ടിലാടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചോദ്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യണമായിരുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ, കീമോ 2-3 കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അവരെ കൊണ്ട് അധികം സ്ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ചോദ്യങ്ങളും കാര്യങ്ങളും ചോദിക്കാതെ ലിമിറ്റഡ് ആയിട്ട് പയ്യെ നിർത്തി പ്രൊവോക്ക് ആക്കാതെ ബ്ലഡ് പ്രഷർ കൂട്ടാതെ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ച് നിർത്താമെന്ന് പറയുമല്ലോ. ആ ഒരു കോമൺ സെൻസ് ഉള്ള അവരെ കുറിച്ച് നെഗറ്റീവ് ചിന്തിക്കരുത്, പറയരുതെന്ന് വിചാരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അങ്ങനല്ലേ ചെയ്യത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്ത അവിടെ മാർക്കറ്റിംഗാ. നിങ്ങൾ ഉദ്ദേശിച്ചതും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗിന്റെ സ്ട്രാറ്റജി ഈ കിച്ചു തന്നെ ആയിരുന്നു. ആ സാധനം നിങ്ങൾ ചെയ്തു. അല്ല അല്ല അത്രേ ഉള്ളൂ. നിങ്ങൾ അത് ചെയ്തു, ഞങ്ങൾ അത് ചെയ്തു, നമ്മൾ അത്രേ ഉള്ളൂ. നിങ്ങൾ അത് ചെയ്തു, അത് ഞങ്ങൾ എടുത്തു ചെയ്തു. അല്ല, നിങ്ങളത് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് രേണുവിന്റെ ഹേറ്റേഴ്സിന്റെ ഒരു ക്യാമ്പയിൻ നടക്കുന്നത്. ഞങ്ങൾ മറ്റേ രാവിലെ എഴുന്നിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് പരസ്പരം സംസാരിച്ചിട്ട് ഇന്ന് നീ ഇത് ചെയ്യും, ഇന്ന് നീ അത് ചെയ്യും, ഇന്ന് മറ്റേ ചെയ്യുമെന്ന് ക്യാമ്പയിൻ നടത്തിയിട്ട് ഡെയിലി 10 പേരെ വെച്ച് ഗ്രൂപ്പിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയൊന്നും അല്ല. എല്ലാവരും അവരുടെ പേഴ്സണൽ കാര്യം ഇടയിലാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരവരുടേതായ തിരക്കുകളും കാര്യങ്ങളും. അല്ലാതെ ഇവിടെ ഒരു ക്യാമ്പയിനിങ്ങും ആർക്കും എതിരെ ഇല്ല. ഇപ്പൊ രേണുസുധി നല്ലതായിട്ട് ചെയ്യുകയാണെങ്കിൽ രേണുസുധിയെ സപ്പോർട്ട് തന്നെ ചെയ്യും. അല്ലാതെ രേണുസുധിക്ക് എതിരെ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല.
പിന്നെ ക്യാൻസർ വന്നിരിക്കുന്ന ഒരു സ്ത്രീയാണ്, അവരത്രയും സഫർ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് കാണുമ്പോഴേക്കും അത്രയും ഒരു ബുദ്ധിമുട്ട് അവരുടെ അടുത്ത് തോന്നും. കാരണം അവരത്രയും സഫർ ചെയ്യാണ്, ഒറ്റയ്ക്കാണ് സഫർ. ക്യാൻസർ ആണ്, അത്രയും ബുദ്ധിമുട്ടും സ്ത്രീയാണ്, എന്നിട്ട് അവരോടാണ് ഇമാര് ചോദിച്ചു ഇത്രയും ചോദ്യം ചോദിച്ച് ആ സഫർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവരുടെ മുന്നിലിരുന്ന് കരയുക വരെ ചെയ്ത് എന്റെ വകയും കൂടെ കുറച്ച് സഫർ ചെയ്യും. അതാ ഇട്ട് കൊടുത്തത്. എന്നിട്ട് സത്യം പറഞ്ഞ ഇപ്പോഴാണ് രേണുസുതി സഫർ ചെയ്യുന്നത്. ഇനി സത്യം ഈ ഇന്റർവ്യൂവിന് ശേഷമാണ് ഇത് നടക്കാനായിട്ട് മര്യാദക്ക് സന്തോഷത്തോടെ പൊക്കോണ്ടിരുന്നത് ഒരു സൈഡിൽ കൂടെ. ആ ഇൻസ്റ്റയിലൊന്നും അല്ലാത്ത റീലൊക്കെ ഇട്ട് വല്ലപ്പോഴും ഉള്ളായിരുന്നു സ്റ്റോറി. നേരത്തെയൊക്കെ ആണെങ്കിൽ മറ്റേ നെഗറ്റീവ് പറയുന്നവരുടെ കമന്റ് ഒക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സാധനവും ഇല്ല, ഒന്നും ഇല്ലാതെ രേണുസുതി ഒതുങ്ങിപ്പോയിക്കൊണ്ടിരുന്നയാ. ആരും ഇട്ട് ചിന്തിക്കുന്ന പോലില്ല രേണുസുതിയെ കുറിച്ച്. വന്ന് ഒരു ഇട്ട് അതിന്റെ പുറകെ അവരടുത്ത് ഇന്നലെ രാത്രി ഒരു ബോംബ് കൊണ്ടിട്ട് ഇനി അത് എവിടെയൊക്കെ കിടന്ന് പൊട്ടുമെന്ന് ദൈവത്തിനറിയാം. മിക്കവാറും നമ്മുടെ പേരും വരും. ചെയ്യുന്നത് വേറെ വരുമാന മാർഗങ്ങളില്ല. അപ്പം നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ അവർക്കൊരു സഹായവും കൂടിയാകും. പ്ലസ് അവർക്ക് ഒരു എന്താ പറയാ, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു തരത്തിൽ സഹായമായി. സഹായിച്ചതാ ആരെ? രേണുവിനെ ഇവരെയോ? അല്ല, എല്ലാരെയും. എന്നാലും നിങ്ങളുടെ സഹായം, രേണു നിങ്ങളെ സഹായിച്ച്, നിങ്ങൾ രേണുവിനെ സഹായിച്ച്, നിങ്ങൾ യൂട്യൂബേഴ്സിനെ സഹായിച്ച്, ഞങ്ങൾ നിങ്ങളെ വീട്ടിൽ സഹായിച്ച്. ഇപ്പൊ നമ്മളിങ്ങനെ വട്ടത്തിൽ കിടന്ന് സഹായിച്ചോണ്ടിരിക്കുക എല്ലാരും കൂടെ. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇന്റർവ്യൂ എടുക്കുന്നത്. പിന്നെ ഈ ഒരു വോയിസിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൂവി വേൾഡ് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ചാനലിൽ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഒരു 50-ലേറെ സ്റ്റാഫുകളുള്ള ഒരു ചാനലാണ് നമ്മുടെ ചാനൽ. അപ്പോൾ ഇതിനകത്തുനിന്ന് കുറേ നമ്പർ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇതാണ് സത്യം എന്ന് കരുതി കുറെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ എനിക്കൊന്നും പറയാനില്ല. കാരണം എന്താന്ന് വെച്ചാൽ അതെങ്ങനെയുണ്ട്, ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചിട്ട് അല്ല, ഞാൻ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ അയൽക്കാരനെ വിളിച്ച് സംസാരിച്ച വോയിസ് ഒന്നും അല്ല പുറത്തു വന്നത്. ഇപ്പൊ ഞാനൊരു കമ്പനി വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്റെ വോയിസ് ആ കമ്പനിയുടെ വോയിസാ. അതിന് അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കമ്പനിയിലെ സ്റ്റാഫ് ഫോൺ എടുക്കുന്ന ആളെന്ന രീതിയിൽ ഞാൻ അതിനകത്ത് ആൻസറബിളാ. ഇതെന്താറിയോ, അവര് പബ്ലിഷ് ചെയ്ത നമ്പറിൽ വിളിച്ചപ്പോഴത്തേനും ഏതോ നമ്പറിൽ ഞങ്ങൾ എന്തോ പറഞ്ഞെന്ന്. അപ്പൊ ആ എടുത്തവനെ ആദ്യം പറഞ്ഞു വിടണം. അവൻ അത്ര ബോധമില്ലാതെ അല്ല, ഇതിപ്പോ എന്തോന്നറിയോ, അവൻ സത്യസന്ധമായിരിക്കും പറഞ്ഞത്. ഇതിപ്പോ മൊത്തം കൂടെ അവന്റെ നേരെ തിരിഞ്ഞ് അവര് എന്തായാലും അവന്റെ സൗണ്ട് വെച്ച് അപ്പൊ തന്നെ ക്യാച്ച് ചെയ്താണ് ആരാന്ന് പറയുന്നുണ്ട്. അവന്റെ പണി പോയോടെ. അല്ല, അത് ഭയങ്കര സാധനമായി. ഏതോ ഒരു നമ്പറിൽ ആരോ വിളിച്ചു. ഞങ്ങള് ഇതാണ് കൃത്യമായിട്ട് വെള്ളം അടിക്കാന്നുള്ളത്. ഞങ്ങളൊന്നും ചെയ്യുന്നൊന്നുമല്ല. ഇത് വെള്ളം അടിക്കാൻ നോക്കിട്ട് എങ്ങനെയായെന്നറിയോ, ഫ്രണ്ട്സിനകത്തിട്ട് കുമ്മായത്തിട്ട് കാമത്തി പോക്കി വെക്കുമല്ല, അതേപോലെ ആയി പോയി. ചിരിക്കടാ. അല്ല, അവസ്ഥയല്ല, ഒന്നുമില്ല ഇതിനകത്ത്. ഇതാണ് സത്യം എന്നുള്ള രീതിയിലാണ്. പിന്നെ ആൾക്കാരങ്ങ് തീരുമാനിക്കുകയാണ്, രേണുസുതി വിളിച്ച് അവരുടെ അടുത്ത് പറയാണ് എനിക്ക് ചികിത്സയ്ക്കായിട്ട് പണം വേണം, ഇന്റർവ്യൂ നിങ്ങൾ എടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇന്റർവ്യൂ എടുപ്പിക്കുന്നതാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്നത്. എനിക്കറിയില്ല ആൾക്കാർക്ക് എന്താണ് ഇത്ര എന്താ പറയുക വിഷമം അതിലെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ, നമ്മൾ എന്തിനാണ് അവര് മര്യാദക്ക് അവരെങ്ങനെയെങ്കിലും മര്യാദക്ക് ജീവിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാ. ഇപ്പോഴവരെ ജീവിക്കാൻ പോലും ഇല്ലാതെ അവരിനി നിരന്തരം വരുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ വീഡിയോ വിത്ത് പ്രൂഫ് ഓരോരുത്തരുടെ പോയി പൊക്കി എടുത്തുകൊണ്ട് വന്ന് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് അവരെ ഇപ്പൊ നിലവിൽ കൊണ്ട് എത്തിച്ച്. എനിക്കൊരു ഡൗട്ട്, ഇവരുടെ ചാനലിലേക്കോ ഇവരിട്ട നമ്പറിലേക്ക് വിളിച്ചു വരുത്താൻ ചോദിച്ചു. അപ്പൊ അയാള് പറഞ്ഞ മറുപടി പുറത്തു വന്നു. അപ്പൊ ചാനലിലെ സ്റ്റാഫ് ഒറ്റുകാരനാണെന്നാണോ അതിന്റെ അർത്ഥം? അതോ ആ ചാനലിലുള്ള ആരും പറയുന്നത് നമ്മൾ വിശ്വസിക്കണം? ആ പറഞ്ഞ ആളുമായിട്ട് ചാനലിൽ യാതൊരു ബന്ധവും. അല്ലെങ്കിൽ ഇവര് കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും വിശ്വസിക്കില്ല. നേരെ മാനേജിംഗ് ഡയറക്ടറെ പോയി കാണുക. അതേ നടക്കും. ഇനിയിപ്പോ ഇവരെ ചാനലിൽ വിളിക്കുന്നവർ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ ഓണറെ ഒന്ന് കണക്ട് ചെയ്യും. നിങ്ങൾ പറയുന്നൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ ആങ്കർ പറഞ്ഞായിരുന്നു, നിങ്ങൾ പറയുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ ഓണർ തന്നെ പറയണം, അല്ലെങ്കിൽ ചിത്രം കണക്ട് ചെയ്യണം. എന്നാലും സത്യസന്ധമായ കാര്യം അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇന്നിപ്പം ഷഫീന ബീവിയോ അവരെ കണ്ട് മറ്റേ ഏതോ വെള്ളം അടിക്കുന്ന വീഡിയോയോ കാര്യങ്ങളോ ഒക്കെ എടുത്ത് പുറത്ത് വിട്ട് ഇട്ടെന്നൊക്കെ പറയും. നമുക്ക് അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു തൊടുന്നില്ല, വേണ്ട. ഈ ഒരു ഇവിടെ വെള്ളം അടിക്കാത്തതായിട്ട് ആരും ഇല്ല. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ മനുണ്ട് ഞാൻ അടിക്കും. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ
തൊട്ട് നാക്കും, ഇല്ലെങ്കിൽ നമുക്കത് അത് അങ്ങനെയാ. അതിപ്പോ അവര് ഇപ്പൊ സ്ത്രീ പുരുഷൻ അവര് വെള്ളം അടിച്ച് നമ്മളും വെള്ളം അടിക്കാൻ ഇപ്പൊ വെള്ളം അടിക്കുന്നത് കുറ്റം പറയാൻ ആ വീഡിയോ ഒന്നും എടുത്തോണ്ട് വരുന്നില്ല. 2 എണ്ണം അടിക്കണം തോന്നി അടിക്കണം, അത്രയേ ഉള്ളൂ. അല്ല അടിക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ അടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒളിച്ചിരുന്ന് അടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അതിന്റെ ആവശ്യമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. നിയമപരമായിട്ട് കൊടുക്കുന്ന സാധനമില്ല. അതിനകത്ത് പുരുഷന്മാർക്ക് മാത്രം കുടിക്കാനല്ലേ തന്നേക്കുന്നത്. എല്ലാവരും കുടിക്കാൻ വേണ്ടി തന്നേക്കുന്നത്. കുടിക്കുക, ആവശ്യമുള്ള കുടിക്കുക, മദ്യപാനത്തെ ന്യായീകരിക്കുകയല്ല, ആവശ്യമുള്ള കുടിക്കുക, താല്പര്യം ആവശ്യമുണ്ടെങ്കിൽ കുടിക്കുക, ആവശ്യമില്ലെങ്കിൽ കുടിക്കണ്ട, അത്രേ ഉള്ളൂ. ഇവൻ ആവശ്യമില്ല, അവൻ കുടിക്കുന്നില്ല, എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ മറ്റുള്ള സാധനം കത്തിപ്പോവും. അതെ, കരള് ഇപ്പൊ കുടിക്കാൻ നടന്നു കഴിഞ്ഞാൽ തല വെള്ളമൊക്കെ വീണാലും തീരും. അതുകൊണ്ട് അതിനകത്ത് വലിയ ഉറപ്പൊന്നുമില്ല യാതൊരു വിധം. കുടിക്കുന്നവനും കുടിക്കാത്തവരും തമ്മിലൊന്നും നോക്കണ്ട. ഇപ്പോഴും കുടിക്കുന്ന ബിവറേജിന്റെ മുന്നിൽ മോനെ ഒരെണ്ണം മേടിച്ച് തരുമോ ഇങ്ങനെ നിൽക്കുന്നവരുണ്ട്. അപ്പൊ ഇവർക്ക് കത്താത്തയാണോ? അങ്ങനൊന്നുമല്ല. അതൊക്കെ നമ്മുടെ ജീവിച്ച ജീവിത സാഹചര്യവും ഫുഡും കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ കുടിച്ചും വലിച്ചും പോവാ, വേണമെന്നുണ്ടെങ്കിൽ കുടിച്ചും വലിച്ചും കരള് കളയുക, വേണ്ടെന്നുണ്ടെങ്കിൽ തിന്ന് ഷുഗറും പ്രഷറും എന്തായാലും ഉറപ്പാ. അപ്പൊ ആ രീതിയിൽ അതൊന്നും നമുക്ക് എടുക്കണ്ട. അതുകൊണ്ട് രേണു അതൊന്നും പേഴ്സണൽ ആ കാര്യമൊന്നും എടുത്ത് വെച്ചേക്കാനും അതിന്റെ വീഡിയോ ക്ലിപ്പ് ഒന്നും എടുത്ത് കണ്ടേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ രേണു മനസ്സിലാക്കേണ്ട, രേണു കുടിക്കുന്ന വീഡിയോസ് ഒക്കെ ആൾക്കാർ എടുക്കുന്നുണ്ടെങ്കിൽ അവരും നല്ല ഉദ്ദേശത്തോടു കൂടി എടുക്കുന്നതല്ല, അല്ലെങ്കിൽ ഇത് കറങ്ങി തിരിഞ്ഞ് അവരുടെ കയ്യിൽ എത്തത്തില്ലല്ലോ. അതുകൊണ്ട് കൂടെ നിൽക്കുന്ന രേണു പറഞ്ഞല്ലോ ആരൊക്കെ കൂടെ നിൽക്കുന്ന എനിക്ക് ഇപ്പൊ മനസ്സിലായി എന്നുള്ളത്. എന്തായാലും ഇപ്പൊ ശരിക്കും മനസ്സിലായി കാണൂല ആരൊക്കെ ഉണ്ടെന്നുള്ളത്. ഞാൻ കണ്ടില്ല, ഞാൻ കണ്ടതേ ഇല്ല വീഡിയോ. ഇല്ല, ഞാൻ അറിഞ്ഞു രേണുവിന് പറഞ്ഞു കൊടുക്കുന്ന ആരൊക്കെ പറഞ്ഞു തന്നു. പറഞ്ഞു കേട്ടാറ്. ഞാനത് ഓപ്പൺ ചെയ്തൊന്നും നോക്കിയിട്ടില്ല. സാധനം ഞാൻ കണ്ടിട്ടേ ഇല്ല, അറിഞ്ഞിട്ട് ഉണ്ട് കുടിക്കുന്നുണ്ട്. ഓട്ടെ, എന്തായാലും ആയിക്കോട്ടെ. ഓക്കെ, അപ്പം ശരി എന്നാ.